എല്ലാവർക്കും നമസ്കാരം. നല്ല ചുമയുണ്ട്. ചുമയുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചുമയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഐ ആം ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഈ പിന്നിൽ കാണുന്ന നമ്പർ അല്ല, അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളിലുള്ള ഓരോ അക്ഷരങ്ങളിലും ഓരോ ഗെയിമാണ്. ഈ ഓരോ ഗെയിമിലാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ ടി വിയിൽ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഫോണിലൂടെയാണ് സംസാരിക്കേണ്ടത്. പ്രത്യേകമായിട്ട് പറയട്ടെ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ഒരൊറ്റ വിന്നറെ മാത്രം കിട്ടിയൊരു എപ്പിസോഡായിരുന്നു. ആരും ജയിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. തിങ്കളാഴ്ച ദിവസം ഒരുപാട് ആളുകൾ ജയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അത് ഈ ആഴ്ചയിലും ആവർത്തിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും വിളിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. അപ്പോൾ കളിക്കളത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ 04238249 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കുക. ടൈം എക്സ്പ്രസ് കാർഗോ ആണ് നിങ്ങൾക്കായി കളിക്കളം അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ടാൽറോപ്പ്. ഇത്രയും സമ്മാനങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതായത് വിൻ ചെയ്യുന്ന ഓരോരോ ആളുകൾക്കും ഓരോ സമ്മാനം വീതമായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൽ ഒന്നാമത്തെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്ന സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വിൻ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാൾക്ക് മാത്രം ആയിരിക്കും ആ സമ്മാനം കിട്ടുന്നുണ്ടാവും. ആ ഒരാളെ മാത്രം, നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കിട്ടെടുക്കും. ഒരാൾ മാത്രം ജയിക്കുമോ? പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല, ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. പക്ഷേ ഒരാൾ പോലും ജയിക്കാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാൾ മാത്രം ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെയാണ് ജയിക്കുന്നതെങ്കിൽ നമ്മുടെ ക്രോക്കഡൈൽ പാർക്ക് പോകാനുള്ള വൗച്ചറായിരിക്കും സമ്മാനം കിട്ടുന്നുണ്ടാവുക. അതൊരു കപ്പിൾ ഇൻവൈറ്റ്സ് ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. 2 പേർക്ക്, വലിയ 2 പേർക്ക് പോകാനുള്ള ടിക്കറ്റ് ആയിരിക്കും നമ്മൾ സമ്മാനമായിട്ട് തരുന്നുണ്ടാവുക. പ്ലസ് നിങ്ങൾക്ക് അതിനുശേഷം ബാക്കിയുള്ള ജയിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു സമ്മാനം കിട്ടുന്നുണ്ടാകുന്നത്. ഒന്ന് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിൻ്റെ സമ്മാനം കിട്ടുന്നുണ്ടാവും. അൽക്കാസ്ബി ഏരിയയിലാണ്. അവിടെ എല്ലാം ശരിയായി എല്ലാവർക്കും പോകാവുന്ന സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക മജ്ലിസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇതായിരിക്കും, ഡൈനിങ് ഡിന്നർ വോച്ചർ ആയിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഉജാല ഏജ് ലോബോട്ടറീസ് ഉൽപ്പന്നം, അതിന്റെ സമ്മാനമായിരിക്കും. ഫസ്റ്റ് കോളറിലേക്ക് പോകാം. ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാ? എന്റെ പേര് നിത. നിത. നിത നിത ഏതാ അക്ഷരം എടുക്കുന്നത്? അതെ, ABCDEFGHIJKLMNOP ഇത്രയും അക്ഷരങ്ങളിൽ ഒരു അക്ഷരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സി. സി എന്ന അക്ഷരത്തിൽ വന്നിരിക്കുന്ന ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. സി എന്ന അക്ഷരത്തിൽ വന്നിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. പാട്ടിന്റെ പാലാഴി എന്ന് പറയുന്ന ഗെയിം നമ്മൾ എങ്ങനെ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കട്ടെ. നിരഞ്ജ എങ്ങനെ കളിക്കണം? നിരഞ്ജന്റെ ഇതുപോലെ ഇഷ്ടത്തിന് വിടാം. പാട്ടിന്റെ പാലാഴി നമ്മൾ അന്താക്ഷരി പോലെയാണ് കളിക്കാറ്. അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. പക്ഷേ സമയം കഴിയുമ്പോൾ 2 മിനിറ്റ് സമയമാണ്. പക്ഷെ ആ 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ, അതായത് ഈ പാട്ടിന്റെ പാലാഴി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പാട്ട് പാടുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പാട്ട് നിർത്താം. നിർത്തുന്ന സമയത്ത് അവസാനം ഒരു വാക്കുണ്ടാവുമല്ലോ, ആ വാക്കിനോട് ബന്ധപ്പെടുന്ന വാക്കുകൾ വരുന്ന ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. പിന്നീട് ഒരു പാട്ടാണ് പാടേണ്ടത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മഴയേ പൂമഴയേ പൂമഴയേ. അപ്പൊ മഴ, വെയില്, മഞ്ഞ്, അതായത് ഒരു മഴ വരുന്ന പാട്ട്, മഴ. അപ്പൊ അടുത്തത് നിങ്ങൾക്ക് ഈ മഴ എന്ന വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. ഓക്കെ. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് പാടുമ്പം ഞാനും ഒന്ന് പാടും. അപ്പൊ നിങ്ങൾക്ക് വാക്ക് എനിക്ക് തരാം. അവസാനത്തെ വാക്ക്, ഞാൻ പാടേണ്ട വാക്ക് നിങ്ങളാണ് തരിക. ഓക്കെ. നിരഞ്ജ, ഞാൻ എന്തിനാ പാടുന്നത്? അവർ 8 പാട്ട് അവരങ്ങ് പാടി പൊക്കോട്ടെ, അങ്ങനെ ചെയ്തു പോലെ. ഓക്കെ. അപ്പൊ 8 പാട്ടുകൾ പാടിയാൽ മതി നിങ്ങൾ 2 മിനിറ്റ് സമയത്തിനുള്ളിൽ. മനസ്സിലായോ? അതെ, ഞാനാണ് അത് പറഞ്ഞു തരുന്നത് വാക്ക്. നിങ്ങൾ പാട്ട് നിർത്തുന്നെടുക്കുന്നത് ഞാനാണ് വാക്ക് പറഞ്ഞു തരിക. അക്ഷരമല്ല കേട്ടോ, വാക്കാണേ. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്ക് മഞ്ഞ്. മഞ്ഞ് പെയ്യണം, മഞ്ഞ് പെയ്യണം മഴ പെയ്യണം. ഓക്കെ. മഞ്ഞ് പെയ്യണം, മനം കുളിരണം, അങ്ങനെയല്ലേ? മഴ പെയ്യണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. മഞ്ഞ്. ഓക്കെ, പാടൂ. പാടൂ. മകരമാസ പെണ്ണേ. അപ്പൊ പെണ്ണേ എന്നുള്ളതിന്റെ പെണ്ണ് എന്നുള്ള പാട്ടിൽ തുടങ്ങുന്ന പാട്ട് പാടും.
തുടങ്ങണ്ട കേട്ടോ, എവിടെയെങ്കിലും വന്നാ മതി. ഓക്കെ. പെണ്ണെ പെണ്ണെ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ നിൻ ലിറിക്സ് കിട്ടുന്നില്ല. അപ്പൊ നിൻ 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 മൂന്നാമത്തെ വാക്ക് നിൻ. നിന്റെ നീ ഏതാ പാട്ട്? നിൻ തുമ്പ് കെട്ടിയ ചുരുൾമുടിയിൽ. കെട്ടിയിട്ട ചുരുൾമുടിയിൽ. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരൊളി ചൂടി. ചൂടി 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 എന്നുള്ള വാക്ക് നാലാമത്തെ പാട്ടിന്. ചൂടി 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 ചൂടാം ചൂടണം ചൂടണം ചൂടണ്ടേ. ഹിന്ദി പാടാമോ? ഹിന്ദി ഇല്ല, മലയാളം ഓൺലി, മലയാളം ഓൺലി. 4 5ാമത്തെ പാട്ടത്. ചൂടി ആ ചൂടൽ ചൂട് ചൂടല് അങ്ങനെ ഈ ചൂട് എന്നുള്ളതിന്റെ ഏതെങ്കിലും ഒരു സാധനം വന്നാൽ മതി. സമയം പോകുന്നു, വേഗം പാട്ട്. 4 ആയിട്ടല്ലോ. മതിയാ? ചൂട് 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 ചൂടി ചൂടൽ ചൂടൽ ചൂടണം ചൂടി ചൂടൽ ചൂടണം. ഒരു പാട്ട് പറഞ്ഞു നിരഞ്ജ. ഒരു പാട്ട് പറഞ്ഞു നിരഞ്ജ. ചൂടി. ആ അടിപൊളി. ആ മുടിയിൽ ചൂടി അഗൈൻ മുടിയിൽ ചൂടി എന്ന് വന്നു. പിന്നെ 4 പാട്ട് 5 പാട്ട് മൊത്തം പാടിയിട്ടുള്ള സമയം കഴിഞ്ഞു. 8 പാട്ടാണ് പാടേണ്ടിയിരുന്നത്. പക്ഷെ ഗംഭീരമായിട്ട് മത്സരിച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും സന്തോഷം. നീതു അല്ലേ? നിത അല്ലേ? നിത. യെസ് നിത, താങ്ക് യു വെരി മച്ച്. അപ്പൊ നിത അങ്ങനെ വന്നു, ജയിച്ചില്ല, തോറ്റു. നമ്മൾ ഈ പാട്ടിന്റെ പാലാഴി ശരിക്കും നമ്മൾ നേരത്തെ കളിച്ചതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിരുന്നു നിരഞ്ജൻ. അങ്ങനെ അതിന്റെ പേരിൽ ഒരു മാറ്റം വരുത്തിയാണ് ഈ വാക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിരഞ്ജന്റെ ഒരു നിർബന്ധമായിരുന്നു. നിരഞ്ജൻ ഒരു വൻ ജീനിയസ് ആണ് പാട്ടിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനും പറ്റില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ അവരുടെ കഴിവുകൾ അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ നമുക്കറിയാലോ, കാണുന്ന നമുക്കറിയാം. അവൻ വയറ് നിറച്ചും ബുദ്ധിയാണ് നിരഞ്ജന്. പിന്നെ അവൻ്റെ ബുദ്ധി മൂത്ത് തലയിലെ മുടിയും പോയി. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നല്ല മനുഷ്യനാണ്. ദൈവമേ പന പോലെ വളർത്തണേ അവനെ. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? അനു ആണ്. അനു, എന്തുണ്ട് വിശേഷം? അനു എന്തൊരു വിഷമം പോലെ? വിഷമൊന്നുമില്ല. സുഖമില്ലേ? സുഖമില്ലേ? ഇല്ല, വിഷമമൊന്നുമില്ല. അല്ല, സുഖമില്ലാണ്ടോന്ന് ചോദിച്ചു. ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അക്ഷരം ഏതാ? അയ്യോ, ഇത് എനിക്ക് എങ്ങനെയത്? ഇത് ABCDEFGHIJKLMNP എന്ന് വരെയുള്ള അക്ഷരം ഉണ്ട്. അതിനകത്ത് C എന്ന അക്ഷരം പോയി, ബാക്കിയുള്ള അക്ഷരം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, എ എടുത്തോളൂ. എ. യെസ്. എന്തായിരുന്നു പേര്? അനു. അനു 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 അനുരാധ അല്ലെ? ഇല്ല, അനിത. അനിത. അനിത എന്തിനാ അനു എന്ന് പറയുന്നത്? അതങ്ങനെ എല്ലാരും വിളിക്കുന്നത്. ഇതെന്താണ്? കഥാപാത്രവും സിനിമയും. അതായത് ഞാൻ 2 ഡയലോഗ് പറഞ്ഞുതരും. ആ ഡയലോഗ് ഏത് സിനിമയിലാണ് എന്ന് പറയണം. ഏത് സിനിമയിലാണെന്നും ഏത് നടനാണെന്നും പറയണം കേട്ടോ. ഏത് സിനിമയിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന്, അത് ഏത് നടനാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറയണം. ഓക്കെ ഓക്കെ. ഇത് ഞാൻ ഓക്കെ ചോദിക്കട്ടെ? ഞാനും കൂടട്ടെ കളിക്ക്. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 4 ആളുടെ മുന്നിൽ കിട്ടണം എനിക്ക്. മോഹൻലാലോ? അല്ല, അറിയത്തില്ല. കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആളാണ്. അയാളാണ് കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് വന്ന് പറയുന്നത് മോഹൻലാലിന്റെ അടുത്ത് പറയാം, എനിക്ക് കിട്ടണം തന്നെ 4 ആള് കൂടുതൽ. കിരീടത്തിലല്ല, 6ാം തമ്പുരാനിലാണ്. 2 അമ്പേ പരാജയമാണല്ലോ, മൊത്തം തെറ്റി. 6ാം തമ്പുരാനില് കീരിക്കാടൻ ജോസ് അവിടുന്ന് കൊളപ്പുള്ളി അച്ഛൻ പറഞ്ഞു വിട്ടിട്ട് അപ്പം പറഞ്ഞു വിട്ടിട്ട് വന്നല്ലേ. അവിടെ വന്നിട്ട് അയാൾ മറ്റേ മഞ്ജുവാരുടെ കൂടെ അവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് പറയുന്ന ഡയലോഗാണിത്. പ്രോബ്ലം ഉണ്ടായാലും കാര്യമില്ല, ഞാൻ സമ്മതിക്കൂല. ഞാൻ ഭക്ഷണം കഴിച്ച തോക്കലാണല്ലോ. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. രാത്രി കഴിക്കൂല? രാത്രി 6:30 കഴിക്കും. വൈകുന്നേരം 6:00 കഴിച്ചു പിന്നെ ഒന്നും കഴിക്കൂല? എന്താണ് പൊതുവെ അങ്ങനെ ഉണ്ടാവുക? എന്താ കഴിക്കുക? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. ഓ, എന്നിട്ട് വല്ല മെച്ചമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. അല്ല, വെയിറ്റ് കുറയുന്നുണ്ടോ? ഞാൻ ജിമ്മിലും അതിലൊക്കെ പോകുന്നുണ്ട്. ജിമ്മിൽ പോണം. ഓക്കെ, ശരി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ വിളിച്ചത് സന്തോഷം. അനു ആണ് ഔട്ടായി പോയിരുന്നത്. അടുത്ത ആളിലേക്ക് പോവാൻ നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം. ഷൈനി. ഷൈനി, എന്തോ ഒരു മലയാളം ചോയ് ഇല്ലാത്ത പോലെ. തമിഴാണോ? തമിഴ്. തമിഴാ?
തമിഴ് അടിങ്കപ്പ ഓഫ് കോഴ്സ് ഞാൻ തമിഴ് എല്ലാം നല്ല പേസുവേ. ഞാൻ തമിഴ് പറഞ്ഞു കേട്ടിട്ട് കുറെ ആൾക്കാർ ബോധം പോയിട്ടുണ്ട്. എന്റെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് വിളിച്ചു. താങ്ക് യു. എനിക്ക് ഇവിടെ കേരളത്തിൽ മാത്രമല്ല വിടി, ഇതൊക്കെ ബിബിജോട് കാണുന്നുണ്ടോ? ഇത് നിഷാദൊക്കെ എവിടെയാണ്? ഇത് നിഷാദൊക്കെ എവിടെ? നിഷാദൊക്കെ ഇവരൊക്കെ കാണുന്നുണ്ട്. എനിക്കിവിടെ കേരളത്തിൽ മാത്രമല്ല വിടി, അങ്ങ് തമിഴ്നാട്ടിൽ വരെ ഉണ്ടെന്ന് ഇവരറിയുന്നില്ലല്ലോ. പേരെന്തായിരുന്നു? ഷൈനി. യെസ് ഷൈനി. അപ്പൊ അക്ഷരം പറയൂ. അക്ഷരം ബി. ബി ഓപ്പൺ ആവുന്നു. നമുക്ക് നോക്കാം ബിയിൽ എന്ത് വരുന്നു. അതിന് കണക്കായ ഗെയിമിലേക്ക് പോകണം. എന്താണ്? പറഞ്ഞത് പറയണ്ട. സിമ്പിൾ. പറഞ്ഞത് പറയണ്ട എന്നുള്ള ഗെയിം വന്നിരിക്കേ. എന്റെ തമിഴ് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് മലയാളവും ഞാൻ എന്താണ് മലയാളം എന്നുള്ളത് തമിഴും കൂട്ടിയിട്ട് തലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾ ഹസ്ബൻഡോ ആരെങ്കിലും മലയാളി ഉണ്ടോ? ആരുമില്ല. അപ്പോ ഞാൻ ചോദിക്കുമല്ലോ, ഇപ്പൊ നാട്ടില് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ നാട്ടില് ഊരെങ്ക എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പറയില്ലേ ഊര് തമിഴ്നാട്ടില് എന്ന് ചൊല്ലുമ്പോ ഊര് എന്ന വാക്ക് റിപ്പീറ്റാ വരുമല്ലേ? അപ്പടി വരക്കൂടാതെ. ഓക്കെ, ഈശ്വര കാത്തോണേ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ഹസ്ബൻഡ് എവിടെ വർക്ക് പண்ற? ഹസ്ബൻഡ് എന്ന വാക്ക് റിപ്പീറ്റ് വந்தாச்சு. വന്നപടിയേ ഔട്ട് ആയിട്ടേ. ഒരു ചാൻസ് കൂടി തരട്ടെ? പറയக்கூடாது, അവളുതാ. ഓക്കെ, റെഡിയാ? വൺസ് മോർ, ടൈം സ്റ്റാർട്ട് നൗ. തമിഴ് ഒരാൾ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ നമുക്ക്. ഹസ്ബൻഡ് ഊരിലിരിക്കാ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ വേണം പറയാൻ. ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നേ? ലോജിസ്റ്റിക്സ്. എവിടെ? ഏത് കമ്പനിയിലാ? ഷിപ്പിംഗ് കമ്പനി എന്ന വാക്ക് റിപ്പീറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം ഷൈനി. നാളെ വിളിക്കണം കേട്ടോ. എല്ലാ തിങ്കളും ചൊവ്വയും ഉണ്ട്. 3-in-1 വിളിക്കണ്ട, ഇതില് മാത്രം വിളിച്ചാൽ മതി. ഇല്ല, അവര് പറയാ അവർക്കും ഇവിടെ മാത്രമല്ല അവിടെ അങ്ങ് തമിഴ്നാട്ടിലുണ്ട് പിടിയത്. ഇനി ഞാൻ തമിഴ് സിനിമയിലും അഭിനയിക്കേണ്ടി വരുമോ? തമിഴ് ആരാധകർ മൂത്ത് കഴിഞ്ഞാൽ ഡേയ് ഒരു കാര്യം പറയാം. ഇനി എൻ്റെ അടുത്ത് പെരുമാറുന്ന രീതിക്കൊക്കെ ചെറിയ മാറ്റം വേണം, മനസ്സിലായില്ലേ? കാരണം മലയാളികൾ മാത്രമല്ല, തമിഴ്നാട് പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 0423824911 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിൽ വിളിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഈ അക്ഷരങ്ങളിലൂടെ ഗെയിം പോകുന്നുണ്ടാവുക. ഇപ്പോൾ മലയാളം, ഹിന്ദി, തമിഴ് ഏത് വന്നാലും ഞാൻ എടുക്കും. അതായത് ഹിന്ദിക്കാരാണ് വിളിക്കുന്നതെങ്കിൽ സപ്പോസ് മധുരം മലയാളം എന്ന ഗെയിം വരികയാണ്, എന്ത് ചെയ്യുന്നറിയോ? ഞാൻ മധുരം ഹിന്ദി എന്നാക്കും, സ്വീറ്റ് ഹിന്ദി എന്നാക്കി അവനത് മാറ്റി അവരെ കൊണ്ട് ഹിന്ദിയിൽ മാത്രം പറയിക്കും. നമുക്കതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പം തമിഴ് അവർക്കെങ്ങാനും മധുരം മലയാളം വരണമായിരുന്നു, അവരെ കൊണ്ട് മധുരൈ തമിഴ്, സെന്തമിഴ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപാടിയുടെ പേര് മാറ്റിയിട്ട് അത് അങ്ങോട്ട് മാറ്റി കൊടുത്തേനെ. പക്ഷെ എന്തായാലും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? മലയാളം ഒരു ചാനൽ, മലയാളം TV, മലയാളം അവതാരകൻ, മലയാളം മൊത്തം അറിയുന്ന അവതാരകൻ, അവരൊരു തമിഴാൾ വിളിക്കുക, എന്നിട്ട് അവരെപ്പോലും പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലെവൽ എங்கே ഇരിക്കപ്പാ. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ, എനിക്ക് വരല അണ്ണ. ഹലോ നമസ്കാരം, ആരാണ്? ആരാണ്? ശാന്ത ചേച്ചി. ടിവിയുടെ പോലെ ഒന്ന് കുറച്ച് വെക്കാവോ? കുറച്ച്. ശാന്ത ചേച്ചി എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. അത് നേരത്തെ എന്തെങ്കിലും ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? എന്നെ ഒരു ശാന്ത ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുവല്ലോ ആണോന്ന് അറിയാനാ. ഒരിക്കലല്ലല്ലോ, എന്നെ പോലെ ഒരാളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്തു പറ്റി? നേരത്തെ വിളിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തു പറ്റി വിളിക്കായിരുന്നേ? ഓർമ്മയുണ്ടോ? ശബ്ദമൊന്നും ഓർമ്മയില്ലേ? ഓർമ്മ എന്തെങ്കിലും അതിന്റെ ഒരു ഹിന്റ് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാവും. തിരുവനന്തപുരം ശാന്ത ചേച്ചി. നോക്കാം, നമുക്ക് വഴിയെ കിട്ടുമായിരിക്കും. ഒരക്ഷരം പറഞ്ഞാൽ നോക്കട്ടെ, ഇന്നത്തെ ജാതകം എങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തൊരു അക്ഷരം പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിലെ ഒരു അക്ഷരം പറ. ഇപ്പൊ ABC കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളത് D മുതൽ P വരെ. കെ. ശാന്തകുമാരി എന്നാണോ പേര്? ശാന്ത ശ്രീകുമാർ. അപ്പൊ കഥ പറയുമ്പോൾ ഞാനൊരു സിനിമയുടെ കഥ പറഞ്ഞുതരും. ആ സിനിമ
ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 2 മിനിറ്റ് നേരം കൊണ്ട് ഞാൻ ഒരു സിനിമയുടെ കഥ പറഞ്ഞുതരും. അയ്യോ നല്ല വളരെ പരിചിതമായ സിനിമേന്റെ പേര് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് സിനിമയുടെ കഥ. ഈ സിനിമ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ സിനിമേന്റെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ഒരു അച്ഛൻ, ഒരമ്മ, ഇവർക്ക് 4 മക്കൾ. ഈ 4 മക്കൾ ഉറച്ചല്ല ഞാൻ പറയുന്നതൊക്കെ. 4 മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കുട്ടിക്ക്, ഇളയ കുട്ടിക്ക് മാത്രം ചെറിയൊരു വൈകല്യമുണ്ട്, വികലാംഗനാണ്. അച്ഛൻ ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്ന, ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അമിതമായ മദ്യപാനം ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വയലിനിസ്റ്റാണ്. വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കുട്ടികളെയൊക്കെ വയലിനൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഭാര്യ അതിസുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് പൂവാല ശല്യം, അതായത് ആ ഭാര്യയുടെ ആ ഏജിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ ഈ ഭാര്യയെ വല്ലാതെ ശല്യം ചെയ്യുന്നൊക്കെ ഉണ്ട്. ഭാര്യയ്ക്ക് അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമല്ല. 4 മക്കളും നല്ല മക്കളാണ്. അതിനിടയിൽ എപ്പോഴോ ഭാര്യക്ക് 4 മക്കളിൽ ഒരു കുഞ്ഞ് വൈകല്യമുള്ളത്. എനിക്ക് സിനിമ അത് മറന്നുപോയി കേട്ടോ. എനിക്ക് നല്ല അറിയായിരുന്നു. അത് നന്നായി. ഞാൻ കണ്ടത് എനിക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പൊ കണ്ടുപിടിച്ചു നോക്ക്. ഈ അച്ഛൻ ഇടയിൽ വെച്ചൊരു ചെറിയൊരു കൊലപാതകത്തിനിരയായി അച്ഛൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ഒരു ചെറിയൊരു അന്ന് അത് അത്ര പ്രാബല്യത്തിൽ ഇല്ലാത്തൊരു അസുഖമായിരുന്നു, ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആകുന്നു, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങൾ വരുന്നു. അതിനിടയിൽ വെച്ച് ഈ അമ്മ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ മക്കളെ 4 പേരെയും ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ മകനെ നന്നായി വളർത്തണം, മകളെ നന്നായി വളർത്തണം എന്ന് പറഞ്ഞ് ഒരാൾക്ക് കൊടുക്കുകയാണ്. ഈ ഇളയ മകനോട് ഇതേപോലെ നിന്നെ ഞാൻ എവിടെയും വിടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ മകൻ പറയുന്നുണ്ട്, ഒരു വാക്ക് ഡയലോഗായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് നന്നായി അല്ലമ്മേ, അതുകൊണ്ട് എനിക്ക് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാമല്ലേ എന്ന് പറയുന്ന സങ്കടകരമായ നിമിഷം. കേരളത്തിലെ ആദ്യത്തെ ഒരു സിനിമ ടിക്കറ്റിൻ്റെ ഒപ്പം കർച്ചീഫ് കൂടി കൊടുത്തിരുന്ന ഒരേ ഒരു സിനിമ എന്ന് വേണം പറയാം. സിനിമ ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഈ കർച്ചീഫും കൂടി കൊടുത്തിരുന്നു. കാരണം അത്രയും കണ്ണീരൊഴുക്കിയ സിനിമ. സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ആകാശദൂത് എന്ന് പറയുന്നത്. അതെ, കേരളത്തിലെ ഒരേ ഒരു സിനിമയാണ്. അതെ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമകളിലൊന്നാണ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി കരയുന്ന ഒരു സിനിമയും കൂടിയാണ്. എന്താ അച്ഛന്മാരെ നിങ്ങൾ അങ്ങനെ എടുത്താത്ത? ഞാനൊക്കെ ഒരു അച്ഛനാണ്. അച്ഛന്മാർക്കും മക്കള് വേദനിക്കുമ്പോ ഭയങ്കര വിഷമൊക്കെ തന്നെ. ഞങ്ങൾ വിചാരിക്കുന്നല്ലോ നമ്മൾ കരിങ്കല്ലുകാരൊന്നുമല്ല. പിന്നെ അച്ഛനാ, 2 മക്കളുടെ അച്ഛനായി. ഇത്രയും പെട്ടെന്നൊന്നല്ല, മോക്ക് 10 വയസ്സായി. എന്നെ കണ്ട പ്രായം തോന്നില്ല. ഇന്ന് മൊത്തത്തിൽ എന്റെ കിളി പോകുന്ന മാതിരിയാണ് തോന്നുന്നത്. എന്തായാലും ശാന്തി ചേച്ചി വിളിച്ചാൽ സന്തോഷം, പിന്നെ ഈ വാക്കുകൾക്കും സന്തോഷം. അച്ഛനായെന്ന് പറയണ്ടായിരുന്നു. പലരും ചിലപ്പോൾ തെറ്റിയിരിക്കുന്നു. നിരഞ്ജന സന്തോഷം കൂടുന്നോണ്ടാന്ന് തോന്നുന്നു ചുമ വരുന്നു. അടുത്ത ആളിലേക്ക് പോയി നോക്കട്ടെ, അവരെന്താ പറയുന്നത്. ഹലോ. ഹലോ. ഹായ്, എന്താ പേര്? പേര് പ്രിയ. ഇത് തമിഴാണോ? തമിഴ്. ഈശ്വര, നിങ്ങൾ ഒരു റൂമിൽ നിന്നാണോ ഷൈനിന്റെ? ഷൈനി സെയിം റൂമാ? ഷൈനി ഇപ്പൊ വിളിച്ചായിരുന്നു. ഓക്കെ, അക്ഷരം പറഞ്ഞ ഇത് തമിഴ് ഷോ ആയിട്ടാണ്. അക്ഷരം പറയൂ. ഹലോ. ABC and K കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി അക്ഷരമുണ്ട്. ജി. യെസ്, ഓപ്ഷൻ ജി. എന്താ ചെയ്യുന്നേ? ലോജിസ്റ്റിക്സ് തന്നെയാണോ? എന്ത് വർക്ക് ചെയ്യുന്നേ? സെയിൽസ്. അടിപൊളി. യെസ്, ജി എന്ന അക്ഷരം വന്നിരിക്കുന്നു. ഇത് വന്നെന്താണ്? മധുരം മലയാളം എന്നുള്ള ഗെയിമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹലോ. അപ്പോ നിങ്ങൾക്ക് മധുരം മലയാളം ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് മധുരം സെൻ തമിഴ്. അതായത് നിങ്ങൾ തമിഴിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓൺലി തമിഴ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒന്നും പറയാൻ പാടില്ല. ഓൺലി തമിഴ്. ഓക്കെ ഓക്കെ എന്നെല്ലാം പറഞ്ഞാൽ ഔട്ടാവും. ഓക്കെ, റെഡി അല്ലേ? ശരി, റെഡി, സ്റ്റാർട്ട് പണുങ്ക. ആദ്യമായി ഞാനിതാ അവതരിപ്പിക്കുന്ന കലാപരിപാടിയുടെ പേരാണ് തമിഴിൽ നിന്നും ഒരു മധുരം മലയാളം. അതാണ് തമിഴിൽ മാത്രമാണ് അവർ സംസാരിക്കാൻ പോകുന്നത്. പേരെന്താ പറഞ്ഞിരുന്നേ?
எனக்கு பேரு பிரியா. പ്രിയ ഫുൾ നെയിം എന്താ? வெறும் பிரியா. വെറും പ്രിയ. ഇനീഷ്യൽ ഇല്ലയാ? இல்ல ഇനീഷ്യൽ ഒന്നുമേ ഇല്ലയാ? இருக்கு. என்ன இருக்கு தமிழ்ல? இனிஷியல் என்ன சொல்லுவ? தமிழ் லெட்டர் பி. லெட்டர் என்ன சொல்லிருக்க? அவுட் ஆச்சு. ലെറ്റർ എന്ന വാക്ക് പറഞ്ഞ ഔട്ടായി പോയിരിക്കാണ്. ഇല്ല, നെവർ എവർ. ഇനി ചാൻസ് തരാൻ പറ്റില്ല. കാരണം എന്താ പറയാ, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ ഒരു വൺസ് മോർ ഒരു ചാൻസും കൂടി തന്നാ ജയിക്കുവോ? கண்டிப்பா ஜெயிக்கும். കണ്ടിപ്പാ. റെഡി, ടൈം സ്റ്റാർട്ട് ആവും. ഞാൻ ഒരു ചാൻസ് കൂടി തന്നിരിക്കുകയാണ്. ഇത് പൊതുവെ കൊടുക്കാറില്ല. ഇനി മലയാളികളൊന്നും പറയണ്ട, ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ പോകുന്നത് കൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, എന്താ പേര് പറഞ്ഞിരുന്നേ? വൺസ് മോർ. പ്രിയ. പ്രിയ അല്ലേ? പ്രിയ അല്ലേ? പ്രിയ ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി, ടി വിയിൽ ശ്രദ്ധിക്കണ്ട. ടൈം സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ. അവിടെ ടി വി കാണുന്നുണ്ടോ ആൾക്കാർ? ആ ടി വി എന്ന് പറഞ്ഞ ഔട്ടായി മതി. ടി വിക്ക് തമിഴിൽ എന്താ പറയാ? ആ അപ്പൊ പിന്നെ ടി വി എന്ന് പറഞ്ഞ ഔട്ടായില്ലേ? സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അതെയോ? സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ടി വിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ച് ഞാൻ ടൈമർ ഇടാം. ഓക്കെ, എനി ചാൻസ് ഇല്ല, ലാസ്റ്റ് ചാൻസ്. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, ഇനി ഓക്കെ പറയരുത്, ഔട്ട് ആവും. അപ്പൊ റൂമിൽ മൊത്തം എത്ര പേരുണ്ട്? 10 പേര്. ഒരേ സെയിം കമ്പനി ഇല്ല വേറെ വേറെ ഡിഫറെന്റ് കമ്പനിയാ? വേറെ വേറെ എന്നാ കമ്പനി ഇല്ല? ഏതാ ഏതാ? அவ்வளவுதான். நீங்க எல்லாம் ஊர்ல சேமா இல்ல வேற வேற இடத்துல? எல்லாரும் வேற வேற இடம். எங்க எங்க? நீங்க எங்க? நானு தமிழ்நாடு. தமிழ்நாடு எங்க? தமிழ்நாடு கொளச்சல். கொளச்சல். அந்த ஷைனி குருமனன். குருமனன்னா எங்க? என்ன மாவட்டம்? கன்னியாகுமரி மாவட்டம். கன்னியாகுமரி மாவட்டம். அவ்வளவுதான். ஓகே. அப்ப இங்க பிலிம் எல்லாம் பார்க்க போகும்போது யாரு ஸ்டார் உங்களுக்கு ரொம்ப பிடிக்கும்? சினிமா பாக்குறது. சினிமான்னெல்லாம் வேடே தமிழ் இல்லையே, இங்கிலீஷ் தான் சினிமா. தமிழ்லயும் சினிமா பறையும். யாரு சொல்ற? யாருக்கிட்ட? இல்ல, என் கம்பெனில ரொம்ப நிறைய தமிழ் ஆட்கார் இருக்க. நான் இப்ப காலேஜ் கேட்கிறேன். தமிழ்ல சினிமாக்கு என்ன சொல்லுவ? சினிமா சொல்லு தமிழ்ல. இல்ல இல்ல, சினிமாக்கு தமிழ்ல என்ன சொல்லுவ? தமிழ் படம் சொல்லுவல. படம் 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 சொல்லுவேன். நம்ம மலையாளத்துல வந்து சித்திரம் சொல்லுவேன். ஓகே, சினிமான்னுള്ളത് தமிழ் கிடையாது. ஓகே, தேங்க்யூ. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടം, കേൾക്കാനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? അബ്ദുൽ സമദാണ്. അബ്ദുൽ സമദ്, ഒരു അക്ഷരം പറഞ്ഞേ നോക്കട്ടെ. എന്നെ ഇനി പിടിച്ചാ കിട്ടുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. തമിഴൊക്കെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കണേ. ഏതാ അക്ഷരം? എം. അബ്ദുൽ സമദിനകത്ത് സമദിനകത്തുള്ള എം ആണോ എടുത്തിരിക്കുന്നത്? സോറി. ഓക്കെ, എം എന്ന അക്ഷരത്തിൽ എന്താണ് ഗെയിം എന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെയാണുള്ളത്. എമ്മിലുള്ള അക്ഷരത്തിലുള്ള ഗെയിം എന്താണോ അതാണ് കളിക്കേണ്ടത്. കഥയും കഥാപാത്രവും. സിമ്പിൾ സാധനം. ഞാൻ പറയുന്ന ഡയലോഗ് ഏത് സിനിമയിലാണ് എന്ന് കണ്ടുപിടിക്കുക. റെഡിയല്ലേ? സിനിമയും ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി പറയണം. ടി വിയിൽ കാണണ്ട, ഞാൻ പറയുകയല്ലേ, പറയുന്നതിനകത്ത് കേട്ടാ മതി. ഓക്കെ. കുറെ നാളായി ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് നടന്നത്. കുറെ നാളായി ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് നടന്നത്. അടിപൊളി. അടിക്കണ്ടല്ലോ. ഇത് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ സലീം കുമാർ പറയുന്നതാണ്. അത് ഭാര്യയാണ് പറഞ്ഞതെന്ന് തോപ്പിച്ച് തന്നപ്പോ സമാധാനമായല്ലോ. ആ സിനിമ മാറിപ്പോയി. അപ്പൊ പിന്നെ ഔട്ടായി. അപ്പൊ അങ്ങനെ അബ്ദുൽ സമദിനെ കൂടി തോപ്പിച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. ഇന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച തുടരുകയാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത ആളേക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അഖിൽ. അഖിൽ. ഏത് അക്ഷരം എടുക്കുക അഖിലേ?
ഏത് അക്ഷരം എടുക്കും? മലയാളം അല്ലേ? അക്ഷരം ഇ. ഈ കാരണം തമിഴ് ആൾക്കാരൊക്കെ വിളിക്കുന്നോണ്ട് എനിക്ക് മലയാളമാണോ തമിഴാണോ കൺഫ്യൂഷൻ. എന്താ ചെയ്യാ ആൾക്കാർ, ആരാധകര്. പാട്ടുപാല. ആ സിമ്പിൾ സാധനമാണ്. അതായത് ഞാനൊരു വാക്ക് തരും, അടുത്ത പാട്ട് പാടും. പാട്ട് പാടുമ്പോൾ ആ പാട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ വീണ്ടും തരും. ആ വാക്ക് എവിടെയെങ്കിലും വന്നിട്ട് വീണ്ടും പാട്ട് പാടും. നിങ്ങൾ ഒരു 7 പാട്ട് പാടിയാൽ മതി. വാക്ക് അക്ഷരമല്ല. ഈ പാടുന്ന വരികളിൽ നിന്നും ഞാൻ ചൂണ്ടുന്ന ഒരു വാക്കായിരിക്കും നിങ്ങൾക്ക് ഇട്ടുതരുന്നുണ്ടാവുക. റെഡി അല്ലേ? അങ്ങനെ ഒരു പാട്ട് ഉണ്ടാവൂലോ ആ വാക്കില്? ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നിരഞ്ജൻ ഇവിടെ ജീനിയസ് ഇവിടെ ഇരിക്കല്ലേ. ശരി, റെഡി? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കിളി. കിളിയോ? ആ ഫസ്റ്റ് വാക്ക് കിളി. പാട്ടുണ്ട് മനസ്സിൽ നിന്നും. മനസ്സിൽ നിന്നോ? മനസ്സിനുള്ളിൽ മാറിക്കാവളി വീണ്ടും ചുണ്ടുണ്ടേ. അങ്ങനെയാണ്. അപ്പൊ മനസ്സ്. ഏതാ? മനസ്സ് ഒരു മാന്ത്രിക കൂട്, മായകൾ തൻ കളി വീട്. അങ്ങ് തീരുമാനിച്ചു. കളി. ആ കളി വീടുറങ്ങിയല്ലോ. എന്തുവാണ് ഈ കളി വീടുറങ്ങിയല്ലോ? പാട്, പാടത്. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ആ പാട്. ഇനിയും പറഞ്ഞോ? കുറച്ചു എനിക്ക് വരി എടുക്കണ്ടേ? ഇത് വീണ്ടും കളി വീട് തന്നെ വരും. ഉറങ്ങിയെടുക്കാലോ നമുക്ക്. അത് വേണ്ട, ഞാൻ കളി തന്നെ പിന്നെയും തന്നു. കളിയില്ലേ? ആ ഇപ്പൊ 3 പാട്ടായില്ലേ? ആയി. കളി 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 ആ ഓ കേട്ടിട്ടുണ്ട്. ഓ അങ്ങനെയല്ല, അത് അറിയില്ല. 5 സെക്കൻഡ്. കളിയൂഞ്ഞാലാടി വന്നൊരു കാതിലുണ്ടൊരു മിന്നിക്കാറ്റ്. പാടി സമ്മാനം മേടിച്ചു എന്നങ്ങാൻ പറയേണ്ട വന്നിട്ടുണ്ട്. എന്റെ അവസ്ഥ ആലോചിച്ച്. കളിപ്പാട്ടമാം കൺമണി. ആ മറ്റേ കളിയൂഞ്ഞാൽ പാട്ടും ഓക്കെയാണ്, പക്ഷെ അത് ഒരു ഡൗട്ട്ഫുള്ളി ഇങ്ങനെ അവിടെ ഇവിടെയും കൊള്ളാണ്ട് പോയത് കൊണ്ടാണ് പറയാൻ പറ്റായിരുന്നത്. പക്ഷെ എന്നാലും പാടി തീർക്കൂല. 4 പാട്ട് എത്തിയിട്ടുള്ളൂ. 7 പാട്ട് എത്ര എത്തൂല, എനിക്ക് ഉറപ്പായിരുന്നു. നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാ? തൃശ്ശൂർ എവിടെ? ഇരിങ്ങാലക്കുടക്കാരനാണ്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇരിങ്ങാലക്കുട. പോയി ഇരിങ്ങാലക്കുട നമ്മളെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്ന ശൈലേഷ് ഇരിങ്ങാലക്കുടയാണെന്ന് തോന്നുന്നത്. ഹലോ ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം. ആരാ? സുഷമ. പുറിയില്ല. എന്ത്? സുഷ്മ. തമിഴ് അല്ലേ? ഈ പാരിന്റെ ലെവലിലേക്ക് പോയി സാധനം കൈവിട്ടു പോയി മോനെ. ഏതാ അക്ഷരം? ഏതാ എന്നാ ഏത് അക്ഷരം? ആൽഫബെറ്റ്സ് ഏത്? എസ് ഇല്ലേ? ஏ முடிஞ்சாச்சு. ABC D இருக்கு, F இருக்கு, H இருக்கு, I இருக்கு, J இருக்கு, L இருக்கு. ஓகே J. பேர் என்ன சொல்லிருக்க? சுஷ்மா. ஓகே J. ജി വീണ്ടും വന്നിരിക്ക്. മധുരം മലയാളം. അപ്പൊ നമുക്ക് സെന്തമിഴ്. ഓക്കെ സുഷ്മ തമിഴിൽ മറ്റും சொல்லணும். ഓക്കെ ശരി. ഇവര് മിക്കവാറും പണിയാവും. ரெடி டைம் ஸ்டார்ட் நவ. செகண்ட் சான்ஸ் கிடையவே கிடையாது. சரி ஓகே. எங்க இருக்க? ஊர்ல எங்க? ஈரோடு. தமிழ்நாடு ஈரோடு. ஓகே வெரி குட். இங்க எங்க இருக்க? தமிழ். துபாய்ல எங்க? கராமா பார்க் பக்கத்துல.
தெரியல. தெரியல. புரியுது புரியுது புரியுது. எல்லா ரூம்மேட்ஸ் எல்லாம் பக்கத்துல இருக்கா இல்லையா? இருக்காங்க. இருக்காங்க. என்ன பண்ற? அவங்க வேலையை பார்த்துட்டு இருக்காங்க. ஏன் வேலையை பார்த்துட்டு இருக்க? மொபைல் தோண்டிட்டு இருக்கா? இல்ல. பின்ன நான் பார்க்கல. அவர் எங்க இருக்கு? எல்லாரும் ஒரு ரூம்ல தானே இருக்க. எல்லாரும் பேசிட்டு இருக்காங்க. அப்படியா? சாப்பாடெல்லாம் எப்படி சமைக்கிற? யாரு சமைக்கிற? கையால தான் சமைக்கிறேன், நான் தான். இல்ல யாரு? எல்லாருக்குமே அவரவரா சமைக்குதா இல்ல டீமா சமைக்குதா? நான் தான் சமைக்கிறேன். அல்ல எல்லாருக்குமே, மத்த ஆட்காருக்கெல்லாம் யாரு சமைக்குவா? எல்லாரும் அவங்க சமைக்கிறாங்க. ஏன் அப்படி பண்ற? നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തുകൂടെ? അതല്ലേ നല്ലത്, ടീം വർക്ക് ആയിട്ട്. வேண்டாம், அவங்களுக்கு பிடிச்சது அவங்க சமைக்கிறாங்க. உங்களுக்கு என்ன பிடிக்கும்? சோறு. நான்வெஜ் பிடிக்காதா? சைவம் பிடிக்காது. பிடிக்காதா? பிடிக்காது. ஏன் பிடிக்காது? பிடிக்காது. அப்படியா? அப்போ இங்க இதுல ஏது கம்பெனில ஒர்க் பண்ற நீங்க? தேடிட்டு இருக்கு. வேலை தேடி. இப்போ விசிட் விசா எல்லாம் இருக்கா? ஆமா. என்ன விசிட் விசா? எவ்வளவு ஆயிடுச்சு? 1 month-ஆ? ஆமா. முடிஞ்சா? 1 மாதம் ஆயிரு. தமிழ்ல പറഞ്ഞു ജയിച്ചു പോയി. ജയിച്ചു. തമിഴ് ആൾക്കാർ വന്നിട്ട് ജയിച്ചിട്ട് പോകും. ഇന്ന് മലയാളികൾ ആരും ജയിച്ചില്ല, തമിഴാണ് ജയിച്ച്. ഈശ്വര, എന്റെ തമിഴ് കേട്ടിട്ട് അവിടെ ബാക്കിയുള്ള 4 പേരുടെ ബോധം പോയി കൈയോടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ തമിഴ് അവർ പല ആൾക്കാരും വിളിച്ചെങ്കിലും അവർക്ക് ഒരാൾക്ക് സമ്മാനം കിട്ടി. അമ്മേ, തമിഴ് കൊള്ളാല്ലേ? ഇപ്പൊ തമിഴ് ഷോ ഒക്കെ ചെയ്യാം. നിഷാദ് പറഞ്ഞിട്ടൊരു തമിഴിലൊരു ഷോ സെറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. എൻ്റെ തമിഴ് കൊള്ളാം, അടിപൊളി. എനിക്ക് തന്നെ അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഞാൻ ആ മാവട്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ വിചരംഭിക്കുകയായിരുന്നു. ഹലോ ഹലോ, നമസ്കാരം. ആരാ? സമയമില്ല ശശിയേട്ടാ മലയാളികളോട് സംസാരിക്കാൻ. ഞാൻ പാനിന്റെ ലെവലിലേക്ക് പോയി. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എനിക്ക് വട്ടായതാണോ അവർക്ക് വട്ട. അക്ഷരം ഏതാ? എന്നെ നീ പിടിച്ചാ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ മലയാളത്തിൽ. ഡേറ്റ് ഉണ്ടാവില്ല ചിലപ്പോ, അങ്ങനെയൊക്കെ. എന്താ ചെയ്യപ്പോ? ശശിയേട്ടൻ്റെ എല്ലൂരാൻ വേണ്ടിട്ട് ഇവിടെ എല്ലു എന്താണ് ഓപ്പൺ ആവുന്നത്? മിക്കവാറും പാട്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല ഗെയിമാ വന്നിരിക്കണം. നല്ല സ്ഥലത്താ വെട്ടേക്കണേ. 2-1. 2-1. ആ, അയ്യോ എന്റെ മോനെ. ബാക്കോട്ടേക്ക്. ബാക്കോട്ടാ? ആ, അപ്പൊ റെഡി, തുടങ്ങാം. ഓക്കെ ഓക്കെ. ഇതിപ്പം മലയാളവും ഇംഗ്ലീഷും ആണ്. ഇപ്പൊ ഈ അറബി ഇവര് തമിഴ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാനത് പിന്നെ ഇത് തമിഴും പിന്നെ ഇംഗ്ലീഷും ഒക്കെ ആക്കേണ്ട ഗതികേടാണ്. തമിഴായ മതിയായിരുന്നു. എന്നാ കൂടുതൽ നിങ്ങൾ അങ്ങനെ അങ്ങ് കേറി. എനിക്ക് 100 വരെ എണ്ണ അറിയാം. 1, 2, 3, 4, 5. എനിക്ക് എണ്ണ അറിയാം. എനിക്ക് തമിഴ് എണ്ണ അറിയാം. അപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് ആവും. സമയം തുടങ്ങുന്നു. അപ്പൊ 23, 23, 22. പക്ഷെ ഇന്ന് പറയണം കേട്ടോ, എനിക്ക് നാളെ വരെ സമയമില്ല. പെട്ടെന്ന് പറയണം. അവിടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറയാൻ നിൽക്കരുത്. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 5, 4, 4, 3. ഉണ്ട്. ചേച്ചി അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിണ്ടായിരിക്കാൻ പറ കുറച്ച്. ഇപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ. എന്റെ കോൺസെൻട്രേഷൻ പോവാണ്. അതുകൊണ്ട് തന്നെ 7. സോറി, 7. 7. 6, 5, 6, 5, 4, 3, 2, 1, 4, 3, 4, 3, 7, 6, 7, 6, 23, 22, 21. മിണ്ടല്ലേ. 20, 30, 29, 28, 27, 28, 27, 30, 29, 29, 28, 26, 25, 39, 38, 38,
37. 41. സോറി 41. 40. 41. 40. 42. 47. 41 അല്ലേ വേണ്ടത്? 42 47. കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് 48 പറഞ്ഞതെന്ന്. അയ്യോ സാരമില്ല, അടുത്ത പ്രാവശ്യം കേട്ടിട്ടില്ല. ഓക്കെ. സാരമില്ല. ഞാൻ രണ്ട് പ്രാവശ്യം എന്തോ പറഞ്ഞു 2 പ്രാവശ്യം മാറി വന്നിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ പുള്ളി അത് മനഃപൂർവ്വം അത് വേറെ വഴിക്ക് തിരിച്ചിട്ട് പോയായിരുന്നു. പുള്ളിക്ക് 2 പ്രാവശ്യം തെറ്റാനായിട്ടുണ്ടായിരുന്നു, പക്ഷെ തെറ്റാത്തത് കൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തത്. ഹലോ ഹലോ, നമസ്കാരം, ആരാ? അഞ്ജിതയാണേ. ആ എന്താ വിശേഷം? കുറേ ആയല്ലോ കണ്ടിട്ട്. ആ, സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ പോയോ? ഇല്ല ഇല്ല, ഇവിടെ ഉണ്ട്. നാട്ടിൽ പോണില്ലേ? ഇല്ല, പോണം. എപ്പോ സ്കൂൾ അടക്കുമ്പോ? അതെ അതെ അതെ. ആ ടിക്കറ്റ് ഒക്കെ എടുത്താ? ആ, എടുത്തെടുത്ത്. ഭയങ്കര റേറ്റാന്നാ കേൾക്കുന്നത്. ഒരു ഫുൾ ഫാമിലിയൊക്കെ പോയി ഒരു 2 ലക്ഷം രൂപ വരുന്ന പറയുന്നത്. എങ്ങനെ പോകുന്ന പറഞ്ഞൂടെ? എന്നാ അക്ഷരം പറഞ്ഞേ? എച്ച്. യെസ്, എച്ച് എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. അഞ്ജിത വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. അതെ അതെ അതെ. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ഹസ്ബൻഡ് ഇവിടെ ദുബായില്. ദുബായിൽ എന്തിലാ വർക്ക് ചെയ്യുന്നേ? കമ്പനിയിലാണ്. എന്ത് കമ്പനിയാക്കി? ഇവിടെ എല്ലാരും കമ്പനിയിലല്ലേ. ഗെയിമൊന്നും തുടങ്ങിയിട്ടില്ല. എച്ച് അല്ലേ അക്ഷരം? എച്ച് ഓപ്പൺ ആവുന്നുള്ളൂ. ഓപ്പൺ ആവുന്നുള്ളൂ. ആ, ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലാണോ കമ്പനി എന്ന് പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്താണ്? അക്കൗണ്ട്സില്. അക്കൗണ്ട്സിലാണ്. ഡോക്ടർ ആയിരിക്കും. അല്ല, പുള്ളി വന്നോ? ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഈ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ കുറച്ച് ലേറ്റ് നൈറ്റ് വർക്ക് ഉണ്ടാവും അല്ലേ? 10 മണി വരെയൊക്കെ. നേരത്തെ എത്താറുണ്ട്, ഇപ്പൊ പുറത്തു പോയി. കേട്ടില്ലെന്ന് തോന്നുന്നു. എടാ എച്ച്, ഇവൻ അവൻ എവിടെ പോയത്? അഞ്ജിത നാട്ടിലെവിടെയായിരുന്നു? എറണാകുളം. എറണാകുളം എവിടെ? പറവൂർ അല്ലേ? ആലുവ. അപ്പൊ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ? അല്ല അല്ല. അതെന്താ, പ്രേമം ഇഷ്ടമല്ലായിരുന്നോ? അറേഞ്ച്മെന്റ്. ആ സമയത്ത് പ്രേമം ഉണ്ടായിരുന്നോ കോളേജ് പഠിക്കുമ്പോ? ഇല്ല. ചുമ്മാ പറയരുത്, സത്യസന്ധമായിട്ട് പറയും. ഇല്ല ഇല്ല. ഒട്ടും ഒരാൾ പ്രേമിക്കാൻ കൊള്ളൂല്ലായിരുന്നു അപ്പൊ? സമയം കിട്ടിയില്ല അപ്പോഴ. അല്ല, അതെന്താ, പ്രേമിക്കാനുള്ള ഗ്ലാമർ നിങ്ങൾക്കില്ലായിട്ടാണോ അതോ പ്രേമിക്കാനുള്ള ബുദ്ധി അവിടുത്തെ ആണുങ്ങൾക്കില്ലായിട്ടാണോ? അതൊന്നും നോക്കിയില്ല. അല്ല, എന്നാലും പഠിക്കുമ്പോ എന്തായാലും ഒരു പ്രേമമൊക്കെ എന്തായാലും വരും. ഒരാളെങ്കിലും പ്രപ്പോസ് ചെയ്തില്ലേ? ഒരാൾ പോലും ചെയ്തില്ലേ? ചേട്ടനെങ്കിലും, ഈ ചേട്ടന് പരിചയമില്ലായിരുന്നാ? ഇതിനോ? ഇല്ല ഇല്ല ഇല്ല. ഹസ്ബൻഡിന്റെ പേരെന്താ? ഫിറോസ്. അഞ്ജിത ഫിറോസ്, അങ്ങനെ ആയിരിക്കും പേരല്ലേ? ഇതെന്താ ഓപ്പൺ ആവുന്നില്ല? എനിക്ക് തോന്നുന്നു അക്ഷരം ഒന്ന് മാറ്റി നോക്കിയാൽ ഓപ്പൺ ആവും. ടോണി, എന്താ പ്രശ്നമുണ്ടോ? ടെക്നിക്കൽ പ്രോബ്ലംസ്? ആ, നമുക്കൊരു കാര്യം ചെയ്ത് വരുന്നത് എച്ച് ഓപ്പൺ ആവുന്നില്ലെന്ന്. ഓപ്പണായി. ഓപ്പൺ ആവണ്ടായിരുന്നു. ഞാൻ അടുത്ത ഗെയിം വരാൻ പോവായിരുന്നു. ഓപ്പൺ ആയപ്പോ വന്നത് പാട്ടിന്റെ പാലാഴിയാ. ഓ, പാട്ടിന്റെ പാലാഴി നേരത്തെ ഗെയിം കണ്ടായിരുന്നില്ലേ? അല്ല, അത് തമിഴ് പാൻ ഇന്ത്യൻ ലെവലില്. വേറെ തമിഴ് ആൾക്കാർ അവളെ കോൾ ചെയ്താ. ഇല്ലില്ല, അയ്യോ അങ്ങനെയൊന്നും തെറ്റിയിരിക്കരുത്. ഞാൻ മലയാളികളുടെ സ്വന്തം സതീഷ് ചക്കിയാർ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പാട്ടിന്റെ പാലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വാക്ക് തരും. അപ്പൊ അഞ്ജിത ആ വാക്ക് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു പാട്ട് പാടും. ഈ പാട്ട് അഞ്ജിത എവിടെ നിർത്തുന്നോ ആ നിർത്തുന്ന വാക്ക് ഞാൻ തിരിച്ച് വീണ്ടും അഞ്ജിതക്ക് തന്നെ തരും. ആ വാക്കിൽ വെച്ചിട്ടാണ് അഞ്ജിത അടുത്ത പാട്ട് പാടേണ്ടത്. അങ്ങനെ അഞ്ജിതയാണ് ആ പാട്ട് എവിടെ നിർത്തണം തീരുമാനിക്കുന്നത്. പക്ഷെ വാക്ക് ഞാൻ പറഞ്ഞത് ഇന്ന വാക്കിലാണ് പാടേണ്ടതെന്ന്. അപ്പൊ അങ്ങനത്തെ 7 പാട്ട് പാടിയാൽ മതി. 8 പാട്ടാണ് ഞാനത് 7 ആക്കി ചുരുക്കിയിട്ടുണ്ട്. ശരിയായില്ലേ? മനസ്സിലായില്ലേ? ഒന്ന് ട്രൈ ചെയ്യല്ലേ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാലോ. അപ്പോ സോറി നിരഞ്ജൻ, ഞാൻ ഏത് വാക്കാ കൊടുക്കണ്ടേ? അല്ല, ഫസ്റ്റ് വാക്കാ കൊടുക്കുന്നത്. ഫസ്റ്റ് വാക്ക് എനിക്ക് തോന്നുന്നു മഴയും മഞ്ഞൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് വാക്ക് തുമ്പി. അത് ഉറപ്പാണല്ലോ. ഊഞ്ഞാല്. ഊഞ്ഞാലെന്ന വാക്ക് എവിടെയെങ്കിലും വന്നാ മതി. ഊയലാടും. ഉയ്യന്റെ അമ്മ, ഊഞ്ഞാലാടും നല്ലത്. ഓലത്തുമ്പത്തിരുന്നു ഊയലാടും പൈങ്കി. അത് ഊയലാണ്, ഊഞ്ഞാലല്ലത്.
ഊഞ്ഞാല ഊഞ്ഞാലാന്ന് പറഞ്ഞ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ കറക്റ്റ് അല്ല, അത് പാടിയത് പോലെ പാട്. ഒന്നും അറിയില്ല. ഇപ്പൊ പുതിയൊരു പാട്ടില്ലേ, കളി കളിയൂ, ഇപ്പൊ ഭയങ്കര റീൽസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ടൈമർ മാറിപ്പോടാ. ഊഞ്ഞാല ഊഞ്ഞാല. ഓക്കെ, അടുത്ത വരി പാടാം, എന്നാലേ എനിക്ക് വാക്ക് തരാൻ പറ്റൂ. അടുത്ത ലൈൻ എന്തെന്നാ ചോദിക്ക്, പുള്ളി തന്നെയല്ലേ അവിടുന്ന് പറഞ്ഞു തന്നെ. ഞാൻ കേട്ടായിരുന്നു പാട്ട് പറഞ്ഞിരുന്നൊക്കെ. സപ്പോർട്ടിങ് ഹസ്ബൻഡ് കം ടു പോയിന്റ്. പോയാ ഓമന തുമ്പത്ത് പാട്. നിങ്ങളുടെ ഭാഗ്യത്തിന് ടൈമർ ഇപ്പോഴാ തുടങ്ങിയത്. കൊണ്ടോ ഊഞ്ഞാല് എന്നുള്ള വാക്ക്, ഊഞ്ഞാല്, ഊഞ്ഞാലാടാം, ഊഞ്ഞാല്, ഊഞ്ഞാല എന്നൊക്കെ വാക്ക് ഉപയോഗിക്കാം. ഓമന തിങ്കൾ അമ്മേ കളിയൂ അത് തന്നെ പിള്ളേര് പറഞ്ഞിരുന്നു തന്നെ. അത് തന്നെ, പാട് പാട്. കളിയും ഞാൻ ആടിയിരുന്ന അത് തന്നെ, പക്ഷെ എന്തെങ്കിലും വരണ്ടേ, വാക്ക് വരണ്ടേ. ഒന്നും കിട്ടുന്നില്ല. നിരഞ്ജ ഒരു ഊഞ്ഞാൽ വെച്ചൊരു പാട്ട് പറഞ്ഞേ. അയ്യേ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നൊരു പാട്ട്. ഹലോ, അതിന്റെ അതും ഇല്ലല്ലോ ഒരു ഇല്ല, അതിനകത്ത് ഊഞ്ഞലില്ലല്ലോ. ഊഞ്ഞാല നിങ്ങൾ നിർത്തിയ വാക്കാണ്, ഞാൻ കൊണ്ടുവന്ന വാക്കൊന്നുമല്ല. നിരഞ്ജൻ അതിനൊരു വാക്ക് പാട്ട് പറയുന്നുണ്ട്. എന്തായാലും സമയം കഴിഞ്ഞു. ഏതായിരുന്നു ആ വാക്ക്? ഏതാ പാട്ട് ഏതായിരുന്നു നിരഞ്ജ? ഊഞ്ഞാലുറങ്ങി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടെന്ന് പറയുന്നു, കുടുംബസമേതം എന്ന് പറയുന്ന സിനിമയിൽ. സാരമില്ല അഞ്ജിത, വിഷമിക്കരുത്. ഹസ്ബൻഡിന്റെ അടുത്ത് പറയണം താങ്ക് യു സോ മച്ച് എന്ന്. പുള്ളി ഫുൾ സപ്പോർട്ടായിരുന്നു. പുള്ളി ആ ഊഞ്ഞാല ഊഞ്ഞാല എന്നുള്ള പാട്ട് പുള്ളു പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിന്റെ അടുത്ത വരി കിട്ടുന്നത് നിരഞ്ജന അറിയോ ആ പാട്ട്? ആ ഊഞ്ഞാല കിട്ടുന്നില്ല. ഹലോ ഹലോ, ആരാണ്? റിൻഷ. യെസ്, റിൻഷ. റിൻഷ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കിസൈസ് എന്ന് വിളിക്കുന്നു. റിൻഷ ഏതക്ഷരം എടുക്കുക? ഐ. റിൻഷ എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ് ആണ്. മക്കളൊക്കെ എത്ര പേരാ? 2 പേര്. 2 ആൺകുട്ടികളാണോ? അതെ. യെസ്. കഥയും കഥാപാത്രവും സിമ്പിൾ സംഭവമാണ് എന്ന് വിചാരിക്കും, പക്ഷെ സിമ്പിൾ അല്ല, ഭയങ്കര ടഫുള്ള സംഭവമാണ്. കഥാപാത്രവും സിനിമയും. അതായത് ഞാനൊരു ഡയലോഗ് പറയും, ആ ഡയലോഗ് ഏത് സിനിമയിലെയാണെന്നും അത് ഏത് നടനാണ് പറഞ്ഞതെന്നുമാണ് പറയേണ്ടത്. ശ്രമിച്ചു നോക്ക്. ഓക്കെ, അപ്പൊ റെഡി? ഫസ്റ്റ് സംഭവം പറയുന്നത്, ഓക്കെ, ഇതാണ് ഫസ്റ്റ് സംഭവം. അമ്പട കേമ സണ്ണിക്കുട്ട. എനിക്ക് കണ്ടിട്ട് ആളെ അങ്ങോട്ട് പിടികിട്ടിയില്ലെന്ന് മനസ്സിലായില്ല. എവിടെയാ? നാട്ടില് കണ്ണൂര്. എവിടെ? മാഹി തെപ്പമ്പിള്ളേരെ കണ്ടുക. എന്നാ പിന്നെ സംഭവം തെറ്റിപ്പോയി. അമ്പട കേമ സണ്ണിക്കുട്ട. എനിക്ക് ആളെ കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴില് തിലകനാണ്. അത് മറ്റേ അത് സണ്ണിക്കുട്ടല്ല, അത് ടോണിക്കുട്ടൻ. അഴകാലെ ഓടി വരും എന്ന് പറയുന്നത് ടോണിക്കുട്ടൻ, അത് നമ്പർ 20 ഇത് സണ്ണിക്കുട്ടൻ. എന്തായാലും സന്തോഷം. മലയാളികൾക്ക് ജയിക്കാൻ പാടാണ്, പക്ഷെ തമിഴ് ആളുകൾ വന്ന് ജയിച്ചിട്ട് പോകുന്നു. എന്തൊരു വിധിയാണ് ഈശ്വര. ഹലോ, ആരാണ്? ബിനിത. എന്തുണ്ട് വിശേഷം? മഴയുണ്ടാ? മഴയില്ല. വേണ? ഇവിടെ ഇല്ല. ചിലപ്പോ വരും. വരുവാണെ തരാം. ഏതാ അക്ഷരം? ഇനി NOP ഉള്ളൂ. അല്ല, D ഉണ്ട്, F ഉണ്ട്, NOP ഉണ്ട്. 5 അക്ഷരം ഉണ്ട്.
എന്നെ കൊടുക്കാകട്ടെ എന്നെ എന്താ നോക്കട്ടെ. ആ എന്നെന്താണിത്? എന്താ എന്നെന്താണിത്? എന്നെ അന്താക്ഷരി സിമ്പിൾ ഗെയിം. പൊളിച്ചല്ലോ. പാട്ട് പാടി മരിക്കാം. പാട്ട് എന്റെ പാട്ട് കേട്ടല്ല റോഡും. ഇല്ല കുഴപ്പമില്ല, നമ്മളിതെല്ലാം സഹിക്കുമല്ലോ. എന്നെ സഹിക്കുന്ന ആൾക്കാർ. പിന്നെ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം കേട്ടോ. സമയം കഴിയുമ്പോ ആരുടെ കയ്യിലാണോ അയാൾ ഔട്ട്. അപ്പൊ പാടി തുടങ്ങിക്കോ ഇഷ്ടമുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താം. വിനിതക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താം. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലേ? ഈ അല്ലേ? ആ ഇങ്ങനെ അക്ഷരം പറഞ്ഞു തരണം, എന്നാലേ എനിക്ക് പാട്ട് എന്റെ അടുത്തേക്ക് എത്തുള്ളൂ കേട്ടാ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ തെറ്റിച്ച് സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. സാ സിന്ദൂരത്തിന്റെ സാ. കണ്ണീരിൽ എന്തേ നല്ല കണ്ണീരിതെന്തേ. വീണ്ടും സായോ. സമയമിത പൂർവ സായാഹ്നം. സായാഹ്നം സാ. രണ്ടുപേരി പാടാൻ വന്നു കഴിഞ്ഞാലേ എനിക്ക് സാ മിസ്സാവും. അതുകൊണ്ടാ. അറിഞ്ഞൂടാന്ന് പറയില്ലേ. പകർന്നാടുകയായി. ആ അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി പടിപ്പുരവാതിലിൽ നീ. പടിപ്പുരവാതിലിൽ വാ വാ. പടിപ്പുരവാതിലിൽ ഞാൻ. പടിപ്പുരവാതിലിൽ നിർത്തി, അതുകൊണ്ട് വാ. എഴുതിയവനും സംഗീതം ചെയ്തവനും കേൾക്കരുത് ഈ പാട്ട്. പക്ഷെ സമയം കഴിഞ്ഞു പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അവിടുന്ന് പാടിക്കൊണ്ടിരിക്കായിരുന്നു. കുറച്ച് നേരത്തെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തന്നിരുന്നെങ്കിൽ ജയിച്ചേനെ. സമയം കാണുന്നത് അതൊരു പ്രശ്നമാണ്. അപ്പൊ കുഴപ്പമില്ല, എന്തായാലും തോറ്റിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ കുറച്ച് പാട്ടുകളൊക്കെ പാടി നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിയൊക്കെയോ നമ്മുടെ ഉള്ളിലൊരു പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും. അത് നമ്മൾ തിരിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ പാട്ട് പാടൂല എന്ന് വിചാരിച്ച ഒരാളാണ്. ഹലോ 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 ആരാ? ഞാൻ സുനിതയാണേ. അക്ഷരം പറയൂ. അക്ഷരം ഏതെങ്കിലും. ബാക്കിയുള്ളത് DFOP. നോക്കാം. പി നോക്കൂ. പി നോക്കാം. തമിഴ് ഭയങ്കര. എന്റെ തമിഴ് കേട്ട് ഇന്ന് എന്താന്നറിയില്ല, കഥാപാത്രവും സിനിമയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ടോണിക്കെന്തോ. ഞാൻ നല്ലത് തരാം. എന്നാലും കാര്യമില്ല, ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങണം. എനിക്ക് ഇല്ല, ഇതൊക്കെ സിമ്പിൾ. ഞാൻ നേരത്തെ മുതലേ ഉള്ള സാധനം തരാം. ഇത് വളരെ പരിചയമുള്ള ഒരു സംഭവമാണ്. സംഗീതം പഠിക്കാനുള്ള മോഹവുമായി ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ. അയ്യോ, മോഹൻലാല് പറഞ്ഞതാണ്. ആണ്. വെരി ഗുഡ്. ഔട്ടായിട്ടുണ്ട്. 6-ാം നമ്പർ എന്ന് പറയുന്ന സിനിമയിലാണ്. സന്തോഷം. കാരണം ഇത് ഒരിക്കലും ഒരു മലയാളിയും മറന്നുപോകാത്ത ഒരു സാധനമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തെറ്റിച്ചു എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും സന്തോഷം. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം നോക്കട്ടെ, അക്ഷരം തീർക്കാൻ പറ്റുമോ. ഹലോ ഹലോ നമസ്കാരം. ആരാ? ആര്? വിനോദ. നമ്പർ അക്ഷരം പറയാ. 2 അക്ഷരം, 3 അക്ഷരം മാത്രമേ ബാക്കിയുള്ളൂ. DFO. കടാ DFO. DFO എന്നൊക്കെ പറഞ്ഞ വലിയ പോസ്റ്റ് അല്ലേ? അതിനകത്ത് O എടുത്തിരിക്കുന്നു പുള്ളിക്കാരൻ. O എടുത്തത് എന്നോട് പറ കഥ. ഒരു സിനിമേന്റെ കഥ പറയുക, ഞാൻ കണ്ടുപിടിക്കും. നല്ല കഥ പറയണേ. മലയാള സിനിമ ആയിരിക്കണേ. തമിഴ് കഥയൊക്കെ പറഞ്ഞ ഞാൻ പെട്ടുപോയനെ. അല്ല, നിങ്ങളല്ല പാൻ ഇന്ത്യൻ ലെവലിൽ ഷോ പോയില്ലേ? തമിഴ് ആൾക്കാരൊക്കെയല്ലേ വിളിക്കുന്നേ. അവര് വിളിച്ചു കഴിഞ്ഞാൽ അവര് തമിഴ് സിനിമയുടെ കഥയല്ലേ പറയാ. വേഗം സിനിമയുടെ കഥ പറയും.
സംഭവം പറഞ്ഞു കഴിഞ്ഞാലേ തുടങ്ങി ടൈം തുടങ്ങി പറ. ഒരു ഇതിന്റെ കഥ റിലേറ്റഡ് ഒരു വെള്ളാണ്. വെള്ളോ? കുളം എന്നൊക്കെ പറയില്ലേ? കുളം വെള്ളം അതിന് ഒരു അതിന്റെ ഒരു ബേസ് വെച്ചാണ് ഒരു കഥ. അപ്പൊ ഇത് വെള്ളത്തിന് ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സിനിമയുണ്ട്, വേം പറ. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുള്ള പടമാണ്. മനസ്സിലായോ പറഞ്ഞത്? കഥ പറ മനുഷ്യ. പറഞ്ഞത് അപ്പൊ എന്റെ കുട്ടി വന്നിട്ട് കഥ കേട്ടാ വലുതും ഇല്ല, പറ കഥ പറ. അപ്പൊ ഈ കഥാനായകൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ ആളുണ്ടല്ലോ, ചെറുപ്പത്തില് എന്താ പറയാ നല്ല ബോഡി ബിൽഡറൊക്കെ ആയിരുന്നു. ബോഡി ബിൽഡർ അല്ല, ഫിസിക്കലി സ്ട്രോങ് ആയ ആളായിരുന്നു. അപ്പൊ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോ അച്ഛനോടൊക്കെ അച്ഛനൊന്നും പറഞ്ഞ കേക്കില്ല. അച്ഛനോട് പറഞ്ഞാ കേക്കില്ലേ? അതല്ല, പുള്ളിയുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ അച്ഛൻ പറയാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞ പുള്ളി കേക്കില്ല. എന്നിട്ട് അച്ഛനെ ധിക്കരിച്ച് ഇട്ട് പുള്ളിക്ക് ഒരു എന്താ പറയാ ജീവിതത്തിൽ വേറൊരു സംഭവം, അതായത് സംഭവിക്കാൻ പാടാത്ത കാര്യം സംഭവിച്ചു. പുള്ളിക്ക് ഒരു ദുരന്തം സംഭവിച്ചു. അപ്പൊ ആ സംഭവിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് പുള്ളി അത് എന്താ പറയാ അന്ന് ആ ഒരു സംഭവത്തിൽ നിന്നിട്ട് പുള്ളി മാനസികമായിട്ട് എന്താണ് പറയണത്? മാനസികമായിട്ട് തകർന്നു പോയി. പുള്ളി പോയി. ആ ദുരന്തത്തിന് ശേഷം മാനസികമായിട്ട് തകർന്നു പോയി. ഓക്കെ, പോട്ടെ. അപ്പൊ തകർന്നു പോയതിനു ശേഷം പുള്ളിക്ക് മഹാസമുദ്രാണോ ഉദ്ദേശിക്കുന്നത്? മഹാസമുദ്രോ? അല്ല 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 മറ്റേ നിവിൻ പോളിന്റെ സിനിമയാണോ ഉദ്ദേശിക്കുന്നത്? സിനിമ തോറ്റ ജയ് ഗണേഷ്. ഞാൻ കാണാത്തത് കൊണ്ട് സന്തോഷം. പുതിയൊരു സിനിമയുടെ ഫുള്ള് കഥയും പറഞ്ഞു കൊടുത്തത് നന്ദി. ജയ് ഗണേഷ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അത് അറിയാൻ പറ്റാതിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. വിനോദേട്ടൻ്റെ പേരും കൂടി അങ്ങനെ ലക്കി ഡ്രോയിലേക്ക് പോകുന്നത് 2 പേര് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നിരഞ്ജൻ കേട്ടില്ല. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ 2 പേരിൽ ആർക്കാണോ നമ്മുടെ ക്രോക്കഡൈൽ പാർക്ക് പോകാനുള്ള സമ്മാനം കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ട നിങ്ങൾ 2 വിന്നർ, 1 2. ഓക്കെ, 2 വിന്നർ. ഇതിൻ്റെ അകത്ത് 1 2 ടടൻ ടടൻ ടൻ ടടൻ ടടൻ ടൻ ടൻ 2 വിന്നറാണ്. അതിൽ ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മലയാളിക്ക് തന്നെ കിട്ടി. വിനോദേട്ടനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതായത് 2 പേർക്ക് സമ്മാനമുണ്ട്. ഒരാൾക്ക് കിട്ടുന്നത്, ഈ വിനോദേട്ടന് കിട്ടുന്നത് ക്രോക്കഡൈൽ പാർക്ക് പോകാനുള്ള സമ്മാനമായിരിക്കും. മറ്റേ ആളിന് കിട്ടുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു സമ്മാനമായിരിക്കും. ഒന്നുകിൽ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ മുംബൈ നമ്മുടെ മജ്ലിസ് റെസ്റ്റോറൻ്റ് ആയിരിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. നമുക്ക് നാളെ കാണാം. രാത്രി കൃത്യം 8:30 to 9:30 കാണുന്നവരേക്ക് ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്. സരീഷ് ചാക്ക, നിരഞ്ജൻ, ടോണി, റാഫി ആൻഡ് സച്ചു ബൈ.